ഒരു ഗീതകം ഇവിടെ. സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും കരുതലിൻ്റെയും ഒത്തുചേരലിൽ നിന്നാണ് നല്ല കുടുംബ ബന്ധങ്ങൾ രൂപപ്പെടുന്നത്. ഒരു ചെറിയ അശ്രദ്ധയ്ക്ക് പോലും അതിനെ താറുമാറാക്കാൻ കഴിയും. അത്തരം ജീവിത കഥകളാണ് ജീവിതം സാക്ഷിയിലൂടെ ഞങ്ങൾ പങ്കുവയ്ക്കുന്നത്. ജീവിതം സാക്ഷിയിൽ കൈരളി TVയെ പ്രതിനിധീകരിച്ചുകൊണ്ട് നമുക്ക് ഏവർക്കും പ്രിയങ്കരിയായ ഷീലാമ്മയും കെൽസയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഒരു പാനലുമാണ് നമ്മളോടൊപ്പം ചേരുന്നത്. ശ്രീ രത്തൻ കുമാർ രാജാറാം കമ്മത്ത് 26 വർഷം കേരള ജുഡീഷ്യറിയിൽ ന്യായാധിപനായിരുന്നു. സിവിൽ, ക്രിമിനൽ, കുടുംബ കോടതികളിൽ സേവനമനുഷ്ഠിച്ചു. ശ്രീ സുഭാഷ് ചന്ദ് S കേരള ഹൈക്കോടതി അഭിഭാഷകൻ. കഴിഞ്ഞ 1/4 നൂറ്റാണ്ടായി നിയമസേവന രംഗത്ത് പ്രവൃത്തി പരിചയം. കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസസ് അതോറിറ്റിയുടെ റിസോഴ്സ് പേഴ്സൺ. ശ്രീമതി മീര S സോഷ്യൽ വർക്കറും കൗൺസിലറും കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി കെൽസയുമായി സഹകരിച്ച് അദാലത്തുകളിൽ പ്രവർത്തിക്കുന്നു. ഇപ്പോൾ സ്കൂൾ കൗൺസിലറായി സേവനമനുഷ്ഠിക്കുന്നു. ഒരു കുട്ടിയെപ്പോലെ നിഷ്കളങ്കയായ സന്ധ്യ, അവളെ പ്രാണന തുല്യം സ്നേഹിക്കുന്ന ഭർത്താവ് മണികണ്ഠൻ. പിന്നെ എന്താണ് അവരുടെ ജീവിതത്തിൽ സംഭവിച്ചത്? ആ കഥയിലേക്കാണ് ജീവിതം സാക്ഷി ഇന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. ജീവിതം സാക്ഷിയിലെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ജീവിതം സാക്ഷിയിലെ സാക്ഷിയാവുന്നത് സന്ധ്യയുടെ ജീവിതമാണ്. സന്ധ്യയ്ക്ക് സ്വാഗതം. പേരെന്താ? സന്ധ്യ. സന്ധ്യ. സന്ധ്യ എവിടെന്നാ വരുന്നേ? അങ്കമാലി അടുക്കുന്നു എൻ്റെ വീട്. ഞാൻ ഇപ്പൊ ശിശുഭവനിൽ നിന്ന് വന്നത്. കുട്ടികളുണ്ടോ? കുട്ടികൾ 3 മക്കളുണ്ട്. 3 മക്കളോ? 3 മക്കളുണ്ട്. കണ്ടേ കൊച്ചു പെണ്ണായിട്ട് തോന്നുന്നുണ്ടല്ലോ. സന്ധ്യയുടെ അച്ഛനമ്മയ്ക്ക് എവിടെയാണ്? അമ്മച്ചി എടുക്കുന്നില്ലുണ്ട്. അപ്പച്ചൻ പിണങ്ങിയിരിക്കുകയാണ്, അമ്മച്ചോട് വഴക്കിട്ടിരിക്കുകയാണ്. ചാലക്കുടിലാണ് ഇരിക്കണം അപ്പച്ചൻ. അതെന്താ? അപ്പച്ചൻ ചെറുപ്പം മുതലേ അപ്പച്ചൻ അമ്മച്ചീനെ തല്ലായിരുന്നു. എനിക്ക് ഓർമ്മ വെച്ച നാളിന് മുതല് അപ്പച്ചൻ അമ്മച്ചീനെ തല്ലണ ഇതുകൊണ്ട് ഞാൻ വളർന്നു വന്നിരിക്കുന്നത്. ചെറുപ്പം മുതലേ ഒരുപാട് കൂടി കഴിഞ്ഞ് വന്നിട്ടാണ് അമ്മച്ചന് വെറുതെ തല്ലും കുടിച്ചു വന്നിട്ട് എന്നും കുടിക്കുമായിരുന്നു. അപ്പച്ചനെ കൂലിപ്പണിയാണ്. പണിക്ക് പോയി കഴിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ അപ്പച്ചൻ കുറച്ച് 50 രൂപ തരും അരി മേടിച്ചോളാൻ പറഞ്ഞിട്ട്. ബാക്കിയുള്ള പൈസയും കൊണ്ട് അപ്പച്ചൻ കള്ളു കുടിച്ചു വരും രാത്രി. എന്നും ഇതന്നെ അപ്പച്ചനെ സ്ഥിരം പരിപാടിയാണ് അമ്മച്ചിനെ തല്ലണത്. അമ്മച്ചിനെ ഞങ്ങള് 3 മക്കളെ, എനിക്ക് 2 അനിയന്മാരുണ്ട്. ഈ 3 മക്കളെയും തല്ലും അപ്പച്ചൻ, അമ്മച്ചിനെയും തല്ലും. അയ്യോ, അപ്പൊ പഠിക്കാനൊന്നും പോയിട്ടില്ലേ സന്ധ്യ? ഞാൻ പഠിക്കാനൊക്കെ പോകുന്നുണ്ട്. പഠിക്കാൻ പോണ സമയത്ത് അപ്പച്ചൻ ഒരു ബാഗ് മേടിച്ചു തരൂല, യൂണിഫോം മര്യാദയ്ക്ക് മേടിച്ചു തരില്ല, ഒരു കൊട പോലും മേടിച്ചു തരില്ല. സ്കൂളിൽ പോയി വിട്ടു വന്ന സമയത്ത് നനഞ്ഞായിരിക്കും ഞാൻ സ്കൂളിൽ പോയി വരുന്നതും പോണതും നനഞ്ഞെണ്ണേ വന്നത്. അനിയന്മാരൊക്കെ എന്ത് ചെയ്യുന്നു? അനിയന്മാരൊക്കെ പഠിച്ചോണ്ടിരിക്കുന്ന സമയത്തൊക്കെയാണ് ഈ അപ്പച്ചൻ വഴക്കിടണത്. കുഞ്ഞുനാള് തൊട്ട്. അവരൊക്കെ ഇപ്പൊ എന്ത് ചെയ്യുന്നു? ഇപ്പൊ കല്യാണമൊക്കെ കഴിഞ്ഞ് അവര് ഭാര്യ വീട്ടില്ല. ഓ, സന്ധ്യയുടെ കല്യാണം കഴിഞ്ഞ് എവിടെയായിരുന്നു ആദ്യം താമസം? എന്റെ കല്യാണം കഴിഞ്ഞ് മുന്നേ താമസം ഹസ്ബൻഡിന്റെ വീട്ടില്ല. പാലക്കാട് ജില്ലയിലെ മലമ്പുഴയിലാണ് വീട്, ഹസ്ബൻഡിന്റെ വീട്. അല്ല, വീട്ടുകാര് പറഞ്ഞ് ഉറപ്പിച്ച കല്യാണാണോ? അതെ. ആരാ കൊണ്ടുവന്ന് ചേർക്കനെ? അപ്പച്ചൻ വഴക്കിട്ട് ഇരുന്ന് കഴിഞ്ഞപ്പോ ഞാൻ അമ്മച്ചോട് പറഞ്ഞു, അമ്മച്ചി അത്രയും പെട്ടെന്ന് എന്നെ മടത്തി കൊണ്ട് വിട്, അല്ലെങ്കിൽ ഇവിടെ കിടന്ന അപ്പച്ചൻ എന്നെ കൊല്ലും, അല്ലെങ്കിൽ ഞാൻ കിടന്ന് ചത്തുപോകും, എങ്ങനെയെങ്കിലും മടത്തി കൊണ്ടാക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ തൃശ്ശൂരും മടത്തി പോയി. മഠത്തില് അതെന്താ? മഠത്തില് അടുത്തില് മഠമുണ്ടോ? തൃശ്ശൂര് ചേറൂര് രാമവർമ്മപുരം മഠത്തില് പോയി ഇത് പഠിക്കാൻ പോയി ഞാന്. അങ്ങനെ അവിടെ വെച്ചിട്ടാണ് ഹസ്ബൻഡിന്റെ അമ്മായിയുടെ മോളും ഞാനും മഠങ്ങളിൽ നിന്ന് പഠിച്ചത്. അങ്ങനെയാണ് ഈ കല്യാണം നടന്നത്, മണികണ്ഠനായുള്ള കല്യാണം നടന്നത്. മഠത്തിലേക്ക് പോകാൻ അച്ഛനും അമ്മയൊക്കെ സമ്മതിച്ചോ? അപ്പച്ച ഒന്നും പറഞ്ഞില്ല, ഞാൻ കൊണ്ടാക്കാൻ പറഞ്ഞു അമ്മച്ചോട്. ഞാൻ എങ്ങനെ എന്നെ മടത്തി കൊണ്ടാക്കാൻ പറഞ്ഞു. അല്ലെങ്കിൽ അപ്പച്ചെന്നെ കൊല്ലും. ഒരുപാട് തല്ലൊക്കെ തല്ലായിരുന്നു അപ്പച്ചെന്നെ ഇട്ട്. ഒരുപാട് ചെവിടത്തിട്ട് കൊറേ തല്ലും എന്നെ. അങ്ങനെ 10ാം ക്ലാസ് കഴിഞ്ഞ് വന്നു. 10ാം ക്ലാസ് വരെ പഠിച്ചത്. 10ാം ക്ലാസ് കഴിഞ്ഞാൽ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോ അപ്പച്ചൻ അമ്മച്ചിനെ തല്ലണ്ട് ഞാൻ കാണാറുണ്ട്. ഞാൻ പിന്നെ അപ്പച്ചനോട് പറയും, എന്റെ അമ്മച്ചിനെ തല്ലരുത്, അപ്പച്ചൻ എന്നെ കൊന്നിട്ട് വേണം എന്റെ അമ്മച്ചിനെ കൊന്നാതിന്ന് പറയും. ഞാൻ
അങ്ങനെ അപ്പച്ചമ്പിന്റെ അടിയൊക്കെ തന്നെയാണ്. അമ്മച്ചിനെ ഞാൻ തല്ല സമ്മതിക്കില്ല. അമ്മച്ചിനെ തല്ലുമ്പോ ഞാൻ മുൻകയറി നിന്ന് ആട്ടി മൊത്തം ഞാൻ മേടിക്കും. എന്നെ കൊല്ലാണ്ട് അപ്പച്ച അമ്മച്ചിനെ തൊടില്ല പറയും ഞാൻ. അങ്ങനെ ഞാൻ അമ്മച്ചിനെ മാറ്റി വെക്കാം. അന്നേരം അമ്മച്ചി എന്നെ തല്ലുന്ന കാണുമ്പോ അമ്മച്ചി മുന്നിൽ കയറി വരും. അന്നേരം ഞാൻ എന്റെ അമ്മച്ചിനെ മാറ്റി നിർത്തും. ഒരുപാട് തല്ല അപ്പച്ചനൊക്കെ ഒരുപാട് തല്ലൊക്കെ തല്ലിയിട്ടുണ്ട് അറിയോ. എന്റെ വയറ്റത്തൊക്കെ ഇട്ട് ചവിട്ടും മുഖത്തൊക്കെ ഇട്ട് കൊറേ തല്ലൊക്കെ തല്ലിയിട്ടുണ്ട് എന്നെ. അമ്മച്ചിക്ക് ആരുമില്ലേ വന്നത് എതിർക്കാനും? അമ്മച്ചിക്ക് 2 അനിയത്തിമാരേ ഉള്ളൂ. അപ്പനും അമ്മില്ല. അപ്പൊ മടത്തി പോയി സന്തോഷം, അവിടെ സന്തോഷ ജീവിതമായിരുന്നു. അപ്പൊ കല്യാണം ആലോചിച്ച് കല്യാണം കഴിഞ്ഞ് പിന്നെ എവിടെ കൊണ്ടുപോയി? കല്യാണം കഴിഞ്ഞ് ഹസ്ബൻഡിന്റെ വീട്ടിലായിരുന്നു ഞങ്ങൾ താമസിച്ചോണ്ടിരുന്നത്. അത് സന്തോഷായിരുന്നു? സന്തോഷായിരുന്നു, കുഴപ്പമൊന്നും ഉണ്ടായില്ല. പിന്നെ എന്താ പ്രശ്നം? എവിടെ മുതലാ പ്രശ്നം തുടങ്ങിയത്? അന്നാട്ടെ കുറേശ്ശൊക്കെ കുടിക്കായിരുന്നു. അങ്ങനെ വലിയ പ്രശ്നം വരില്ലായിരുന്നു. പിന്നെ മക്കളൊക്കെ ഉണ്ടായി കഴിഞ്ഞപ്പോ ഏട്ടൻ കുടിച്ചു തുടങ്ങിയത്. അപ്പൊ ഞാൻ പറയാറുണ്ട്, ഏട്ടൻ കുടിക്കരുത് ഏട്ടാ. ചെറുപ്പം മുതൽ ഞാൻ ഈ അപ്പച്ചന്റെ അടി കൊണ്ട് വളർന്നിക്കണാണ്. ഏട്ടൻ കുടിക്കരുത് ഞാൻ പറയും ഞാൻ ഏട്ടനോട്. എത്ര വർഷം കല്യാണം കഴിഞ്ഞ് ജീവിച്ചു? ഇപ്പൊ 10 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്. 3 മക്കളല്ലേ? 3 മക്കള്. എത്ര വയസ്സുണ്ട്? മൂത്ത മകന് 9 വയസ്സും 2ാമത്തെ മകന് 7 വയസ്സും ചെറിയ മകൾക്ക് 5 വയസ്സും. ഓ, എന്നും കുടിക്കുന്ന ആളാണോ ഏട്ടൻ? എന്നും കുടിക്കുന്ന വെച്ചാൽ പണിക്ക് പോകും, പൈസ കിട്ടിയാ കുടിക്കായിരുന്നു ഏട്ടൻ. എന്ത് പണിയായിരുന്നു? ടാപ്പിംഗ് ആണ്. എത്ര രൂപ കിട്ടും? അത് കൃത്യമായിട്ട് എനിക്കറിയില്ല ഏട്ടൻ കിട്ടുന്ന പൈസ. പിന്നെ വീട്ടിലെ എത്ര ചെലവൊക്കെ എങ്ങനെയാ? ചെലവ് ഏട്ടൻ തന്നെ, കുടുംബജീവിതമൊക്കെ ഏട്ടൻ തന്നെ തരുമായിരുന്നു. എല്ലാം കാശൊക്കെ തരുമായിരുന്നു. അത് കഴിഞ്ഞ് മക്കൾക്ക് സ്കൂൾ ഇതായിപ്പോ ഞാനും പണിക്ക് ഇറങ്ങി. കാരണം ഏട്ടൻ ഒറ്റയ്ക്ക് ഇരിക്കണ്ട. കാരണം അവരെ ഇംഗ്ലീഷ് മീഡിയം, ഒരു മൂത്ത മകനെ ഇംഗ്ലീഷ് മീഡിയം ചേർത്തില്ല, മലയാളം മീഡിയം ചേർത്തത്. 2ാം മകനെ ഞാൻ ഇംഗ്ലീഷ് മീഡിയം ചേർത്തു, നന്നായി പഠിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഫീസും വണ്ടി പൈസയ്ക്കും കൂടുമ്പോൾ ഞാൻ പറഞ്ഞു, ഏട്ടൻ കുടുംബജീവിതം നോക്ക്, പകുതി ഞാനും തരാൻ പറഞ്ഞു. ഞാനും പണിക്ക് പോയി കഴിഞ്ഞപ്പോൾ പിന്നെ ഏട്ടന് കുറേ കഴിയുമ്പോൾ ഏട്ടന് ചെറിയ സംശയങ്ങളൊക്കെ വന്നു തുടങ്ങി എന്നോട്. സംശയങ്ങള്? ഇവരായിട്ട് വല്ലവരായിട്ട് സംശയം പറയേ അങ്ങനെയൊക്കെ പറഞ്ഞു ഞാൻ. കാരണം എന്താ? കാരണം കുടിച്ചു കഴിഞ്ഞിട്ട് ഇങ്ങനെ പറയുള്ളൂ, മദ്യപിച്ചിട്ടേ പറയുള്ളൂ. അപ്പൊ ഞാൻ സന്ധ്യ വല്ല അങ്ങനെ സംശയത്തെ രീതിയിൽ എവിടെയെങ്കിലും പോയി സംസാരിക്കുകയൊക്കെ ചെയ്തു? ഇല്ല, ഞാൻ എങ്ങും പോവില്ല, പണിക്ക് പോകും വരും, അങ്ങനെയാണ് ഞാൻ വന്നത്. അയ്യോ. അപ്പൊ ഓരോ സംശയം പറഞ്ഞു. അപ്പൊ ഞാൻ പറയാം, ഏട്ടാ ഞാൻ അങ്ങനെ പറയില്ല ഏട്ടാ, ഞാൻ അങ്ങനെ പോവില്ല. കാരണം എന്റെ വീട്ടുകാർ എന്നെ അങ്ങനെ കഷ്ടപ്പെടുത്തി കല്യാണം കഴിപ്പിച്ചു വിട്ടു. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്റെ ആങ്ങളമാർ 2 പേര് കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നെ കല്യാണം കഴിപ്പിച്ചത്. അതാണ് ഞാൻ പോവില്ല പറയും. ഞാൻ തെറ്റായിട്ട് ഞാൻ പോവില്ല ഏട്ടാ പറയും. കുടിച്ചു കഴിഞ്ഞ് ഇങ്ങനെ ഓരോ സംശയങ്ങളൊക്കെ ഇന്ന് പറയും എന്നോട്. എന്നാലും കുടിച്ച എന്തെങ്കിലും പറയണമെന്ന് വെച്ച് ഇങ്ങനെ പറയാണ്. അപ്പോഴും ചെലവിനൊക്കെ കൊടുക്കുമായിരുന്നു? ചെലവൊക്കെ തരുമായിരുന്നു. കുട്ടികളുടെ ഇഷ്ടമായിരുന്നോ? കുട്ടികളോട് കുഴപ്പമില്ല, എന്നോടാണ് വഴക്കിട്ട് വന്നത്. പിന്നെ പിണങ്ങാൻ കാരണം എന്താ നിങ്ങൾ തമ്മിൽ? ഒരിക്കൽ ഏട്ടൻ ഈ കുടി കഴിഞ്ഞ് വന്നിട്ട് എന്നെ സംശയം പറഞ്ഞു. സംശയം പറഞ്ഞു കഴിഞ്ഞപ്പോ ഞാൻ ഏട്ടനൊന്ന് ചെയ്ത എനിക്ക് ഒന്നും പിന്നെ ഓർമ്മയില്ല. ഞാൻ പിന്നെ ആശുപത്രിയിൽ കിടക്കുമ്പോൾ എനിക്ക് ഓർമ്മ വന്നിരിക്കുന്നത്. കാരണം ഇഷ്ടികയ്ക്ക് തലക്ക് ഇടിച്ചിട്ട് ചവിട്ടിന്ന് ബ്ലഡ് വന്ന് ബോധം നഷ്ടപ്പെട്ടാണ് ഞാൻ ആശുപത്രിയിലായത്. അല്ല, എങ്ങനെ ഇഷ്ടികയിലെടുത്ത് അടിച്ചോ? ഇഷ്ടി കൊണ്ട് ഇടിച്ചത് തലക്കിട്ട്. ഇഷ്ട കൊണ്ട് അടിക്കുന്ന അന്ന് എന്താ സംശയം? എന്താ പ്രശ്നം? അന്ന് പ്രശ്നം അപ്പൊ കുടി കഴിഞ്ഞ് എന്നോട് പറഞ്ഞത്. ഇങ്ങനെ ഒരു കുടി കഴിഞ്ഞ് വന്നപ്പോ ഇങ്ങനെ ഒരു ചേട്ടനെ സംശയം പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, ഏട്ടൻ ഇങ്ങനെ വല്ല സംശയം ഉണ്ടെങ്കിൽ ഏട്ടൻ ഒരു കാര്യം ചെയ്യേ, എന്നെ വല്ല ഹോസ്പിറ്റലിൽ കൊണ്ടുപോ പറഞ്ഞു. ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ ഏട്ടൻ അറിയാലോ ഞാൻ തെറ്റ് ചെയ്തില്ലെന്ന് ഏട്ടൻ അറിയാലോ. അങ്ങനെ ഞാൻ പറഞ്ഞു. പിന്നെ എനിക്കൊരു ഓർമ്മയില്ല ഏട്ടൻ ഞാൻ പടി തുടങ്ങിയെന്ന് എനിക്ക് ഓർമ്മയില്ല. ഞാൻ ആശുപത്രിയിൽ കിടന്നപ്പോഴുള്ള ഞാൻ ഏട്ടനോട് ബോധമൊക്കെ തെളിഞ്ഞപ്പോൾ ഞാൻ ഏട്ടനോട് ചോദിച്ചു, എനിക്ക് എന്താ ഏട്ടാ പറ്റിയത്, ഞാൻ എന്താ ഇവിടെ നിൽക്കണേന്ന് പറഞ്ഞു. അപ്പം ഏട്ടൻ ഇങ്ങനെ പറഞ്ഞു എന്നോട്, ഇങ്ങനെ പറഞ്ഞത് തെറ്റാണ്, അത് എൻ്റെ പേര് തെറ്റാണെന്നൊക്കെ പറഞ്ഞു എന്നോട്. പിന്നെ എങ്ങനെ അറിഞ്ഞു ഇഷ്ടിക കൊണ്ട് ഭർത്താവാണ് അടിച്ചതെന്ന്? എങ്ങനെ അറിഞ്ഞു? ഏട്ടൻ തന്നെ പറഞ്ഞു തന്നെ എനിക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്, ഇങ്ങനെയൊന്ന് എന്നോട് പറഞ്ഞു. എനിക്ക് ഭയങ്കര വിഷമം. ഞാൻ പറഞ്ഞു, എൻ്റെ മക്കളൊക്കെ ഒന്ന് കാണിച്ചു തരുമോ പറഞ്ഞു. മക്കളൊക്കെ ഹസ്ബൻഡിൻ്റെ അവിടെ ആയിരുന്നു. എൻ്റെ മക്കളൊന്ന് കാണിച്ചു തരാൻ പറഞ്ഞു. പക്ഷെ ഏട്ടൻ അന്ന് എൻ്റെ കൂടെ നിന്നാൽ ഏട്ടൻ പോയില്ല. ഒരു മകളെ മാത്രം കൊണ്ട് കാണിച്ചു തന്നു. എത്ര ദിവസം ഹോസ്പിറ്റലിൽ കിടന്നു? 15 ദിവസം ഞാൻ ഹോസ്പിറ്റലിൽ കിടന്നു, തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ കിടന്നു. ഞാൻ 5 ദിവസം ഓർമ്മയില്ലായിരുന്നു? 15 ദിവസം എന്നൊക്കെയോ ഓർമ്മ തെളിഞ്ഞെന്നൊക്കെയോ വലിയ ഇതില്ല. ബോധം തെളിഞ്ഞത് എന്നറിയില്ല, ഓർമ്മയുണ്ടായില്ല. ഓർമ്മത്തിൽ കുറവായിരുന്നു എനിക്ക്. പുറമൊന്നും പറയണ്ട, ബാത്റൂമിൽ വീണെന്ന് പറഞ്ഞാൽ മതി, കേസ് പോയ ഏട്ടൻ ആസിഡ് കുടിച്ച് ചാകുമെന്ന് പറഞ്ഞു എന്നോട്. അതാണ് ഞാൻ ആരോടും പറയാൻ പോയിട്ടില്ല. ഇതിനു മുന്നായിട്ട്. അപ്പൊ ഹോസ്പിറ്റലിൽ ആരാ കൂടെ നിന്നത്? അമ്മായിമ്മ ഉണ്ടായി, ഹസ്ബൻഡിനുണ്ടായി, പിന്നെ എൻ്റെ അമ്മച്ചിയും എൻ്റെ ആങ്ങളമാരൊക്കെ ഉണ്ടായി. അമ്മ അച്ഛനൊക്കെ വന്നു. അപ്പച്ചൻ പറഞ്ഞില്ല, അപ്പച്ചൻ വന്നിട്ടില്ല. അമ്മച്ചിയും
ആങ്ങളമാർ വന്നിട്ടുണ്ടായി. അയ്യോ, ഇതിന് മുമ്പ് ഈ ആസിഡ് കുടിക്കുന്ന സംഭവം അവരുടെ കുടുംബത്തിൽ നടന്നിട്ടുണ്ടോ? കുടുംബത്തിൽ ആസിഡ് കുടിച്ച ഒരു അനിയൻ ഇതുപോലെ കല്യാണം കഴിഞ്ഞ ഒരു കൊല്ലം തികഞ്ഞിട്ടില്ല. അതിന് മുന്നേ അവിടെ ഇതന്നെ അനിയൻ അനിയത്തിയായിട്ട് സംശയം പറഞ്ഞ് അവളുടെ വീട്ടിൽ ചെന്ന് വഴക്കൊക്കെ ഇട്ട് അവൻ അവിടെ വെച്ചിട്ട് ആസിഡ് എടുത്ത് കുടിച്ച് മരിച്ചു. ഭർത്താവിന്റെ അനിയനാണോ? ഭർത്താവിന്റെ അനിയൻ ആസിഡ് കുടിച്ച് മരിച്ചാൻ പറഞ്ഞു. ഓ, ആസിഡ് കുടിച്ച് മരിച്ചിട്ടുണ്ട്, അതാണ് പറയാൻ കാരണം. അപ്പൊ ഇത് പറഞ്ഞപ്പോ നീ പറയരുത്, നീ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആസിഡ് കുടിച്ചാവോ അല്ലെങ്കിൽ റെയിൽവേ ട്രക്കിൽ പോയി എന്ന് പറഞ്ഞു. ഞാനത് ആരോടും പറഞ്ഞിട്ടില്ല, ഞാനത് ആരോടും പറഞ്ഞില്ല. ഹോസ്പിറ്റലിൽ പോലും ഞാൻ പറഞ്ഞില്ല. കാരണം ഞാൻ എന്റെ പേരിൽ അതും കൂടി ആയ എന്റെ മക്കളുടെ കാര്യം ഞാൻ ഓർത്തുപോയി. ഞാൻ പറഞ്ഞില്ല. ഞാൻ എന്റെ മക്കളെ കാണാൻ വേണ്ടി ഞാൻ മലമ്പുഴ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടർ എന്റെ മക്കളുടെ സ്കൂളിലേക്ക് യൂണിഫോം അത് ഇതൊക്കെ വേണമെന്ന് പറഞ്ഞു. ഞാൻ ആശുപത്രിയിൽ നിന്ന് തന്നെ പറഞ്ഞു വിടാൻ പറഞ്ഞു. ഞാൻ ആശുപത്രിയിൽ നിന്ന് പോകുന്നു. ഞാന് തലയില് തയ്യലൊക്കെ ഉണ്ടായിരുന്നോ? തൈലുണ്ടായില്ല, തൈലൊന്നും ഉണ്ടായില്ല. അതിന്റെ ഉള്ളില് സ്കാൻ ചെയ്തിട്ടുണ്ടായി. സ്കാൻ ചെയ്യുമ്പോ തലച്ചോറ് ചെറിയ പരുക്കുണ്ട് പറഞ്ഞു. തലച്ചോറില് പരുക്കുണ്ട്. അത് ഞാൻ ഇതുകൊണ്ട് വീട്ടിൽ പോയി, മലമ്പുഴയ്ക്ക് പോയി. അവിടെ പോയി മക്കളെ കൂട്ടി ഞാൻ നേരെ എന്റെ വീട്ടിലേക്ക് വന്നു, ചാലക്കുടിക്ക് എടക്കുന്നിക്ക് വന്നിട്ടുണ്ടായി. പിന്നെ ഹസ്ബൻഡ് കൂടെ പോയില്ലേ? ഇല്ല, പോയില്ല. ഞാന് തലച്ചോറിനെ പരുക്കുന്ന പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര വിഷമമായി. ഞാൻ ഏട്ടന്റെ കൂടെ ജീവിക്കില്ല പറഞ്ഞിട്ട് ഞാൻ അവിടെ ഓടി പോന്നത്. വന്ന് വിളിച്ചോ? എനിക്ക് പേടിയായി, ഏട്ടന്റെ കൂടെ ജീവിക്കാൻ പേടിയായി. അയ്യോ, മണികണ്ഠൻ വന്ന് വിളിച്ചില്ലേ? പിന്നെ ഏട്ടൻ വന്നിണ്ടായി, എന്നോട് തെറ്റ് പറഞ്ഞ് വിളിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ വരില്ല പറഞ്ഞു. ഞാന് അങ്ങനെ ഞാൻ എൻ്റെ അമ്മച്ചോട് പറയാം, എൻ്റെ അമ്മച്ചിക്ക് പാടില്ലാത്തതല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞു അമ്മച്ചി എവിടെയെങ്കിലും എന്നെ വെള്ളം മടത്തി കൊണ്ടാക്ക് പറഞ്ഞു. ഞാന് കുട്ടികളെ ഉപദ്രവിക്കോ? കുട്ടികളെ ഉപദ്രവിക്കില്ല, എന്നോടാണ് ഇതായിരുന്നത്. അങ്ങനെ ഞാൻ പറഞ്ഞു എന്നെ എത്രയും പെട്ടെന്ന് ശിശുഭവനിൽ കൊണ്ടാക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വീടിൻ്റെ അടുത്തുള്ള വീട്ടിൽ നിന്ന് പൈസ കടം മേടിച്ചിട്ട് ഞാൻ ശിശുഭവനിൽ വന്നത്. ഞാന് എങ്ങനെയാ ശിശുവിനെ പറ്റി അറിഞ്ഞത്? ശിശുഭവനിൽ ഒരു ചേട്ടൻ, ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു ചേട്ടൻ പരമേശ്വരൻ എന്ന് പറഞ്ഞൊരു ചേട്ടൻ അവിടെ ഉണ്ട്. ശിശുഭവനിൽ അറിഞ്ഞു. അങ്ങനെ ഞാൻ ആ ചേട്ടനോടും പറഞ്ഞു. അങ്ങനെ ചേട്ടൻ ശിശുഭവനിലേക്ക് വിളിച്ച് ചോദിച്ച് എന്നെ കൂട്ടിയിട്ട് വന്നു. അവിടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര തലക്കറക്കായിരുന്നു. തലക്കറക്കം തലവേദനയ്ക്കായിരുന്നു. ഇഷ്ടി കൊണ്ട് ഇടി കെട്ടി കഴിഞ്ഞപ്പോൾ ഭയങ്കര തലക്കറക്കം തലവേദനയുള്ള കാര്യം ഞാൻ ശിശുഭവനിൽ വന്നത്. അവിടെ വന്നേക്ക് ഭയങ്കര വിഷമായിരുന്നു. ഞാൻ ജോസാറിനോട് പറഞ്ഞു ഞാൻ എൻ്റെ വിഷമങ്ങളൊക്കെ. ഞാൻ ജോസാറിന്റെ അപ്പം തന്നെ അൻവർ ഹോസ്പിറ്റലിലേക്ക് 2 ആഴ്ച തന്നെ അവിടെ അഡ്മിറ്റ് ആവാൻ വേണ്ടി വിട്ടു. ആശുപത്രിയിൽ 2 ആഴ്ച കിടന്നു ഞാൻ, തലക്കറക്കം തലവേദനയൊക്കെ ആയിട്ട്. പിന്നെ തലവേദന ശരിയായോ? ഇപ്പോഴും തലക്കറക്കൊണ്ട് തലവേദന. കരയല്ലേ മോളെ? കരഞ്ഞ പിന്നെ ഇനിയും തലവേദന? എനിക്ക് തലക്കറക്കോടായിട്ട് കരയല്ലേ? സങ്കടമുണ്ട് ഇതൊക്കെ കേൾക്കുമ്പോ. ഇപ്പൊ മക്കളെയൊക്കെ നോക്കുന്ന ആരാണ്? മക്കളെ 3 ഞാൻ ശിശുഭവനിൽ കൊണ്ടുവന്നു. ഞാന് അവിടെ നല്ലതായിട്ട് നോക്കോ? നന്നായി നോക്കും ശിശുഭവനിൽ. അവിടുന്ന് സ്കൂളിലേക്ക് പോകുന്ന എങ്ങനെ? 2 ആൺമക്കളെ ബോയ്സ് ഹോമിലേക്ക് ആക്കി. അവിടുന്ന് വിടുന്നു. പെണ്ണിന് 5 വയസ്സല്ലായിട്ടുള്ളൂ, അതിനെ വിട്ടിട്ടില്ല. അവിടെ വിട്ട്. ഇപ്പൊ എവിടെയെങ്കിലും ജോലിക്ക് പോകുന്നുണ്ടോ? ഞാനിപ്പോ സാറിനോട് എനിക്കൊരു പണി തരാൻ പറഞ്ഞപ്പോ സാർ എനിക്ക് അവിടെ ചെറിയൊരു പണി തന്നിട്ടുണ്ട്. എന്ത് പണിയാ? മക്കളെ നോക്കല്, മക്കളെ നോക്കല്. ഞാൻ അവരെ നോക്കി മനസ്സിന് സമാധാനം ഉണ്ടല്ലോ. ഇപ്പൊ കുഴപ്പമില്ല. മണികണ്ഠനോട് ഇഷ്ടാണോ? എനിക്ക് ഏട്ടൻ കുടിച്ചു കഴിഞ്ഞ് വന്നെനിക്ക് പേടിയിടാൻ്റെ. അയ്യോ, കുടിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല. ശരി, ഇനി മണികണ്ഠൻ വിളിച്ചാ പോവോ? എനിക്കറിയില്ല. ഏട്ടൻ കുടിച്ചില്ല എന്നെ കോവരാജിക്ക് നോക്കുകയാണെങ്കിൽ എനിക്ക് കുഴപ്പമില്ല. കുടിച്ചുള്ള ജീവിതം അതൊരു പേടിയാക്കി. ഓ, പേടിയാണ്. കുറച്ച് ദിവസമായിട്ട് ഏട്ടൻ ശിശുഭവനിൽ വന്നിട്ട് എന്നോട് പറഞ്ഞു തെറ്റ് ചെയ്തൊക്കെ തെറ്റാണ്, ഞാൻ നിന്നെ നോക്കിക്കോളാം എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പോ അദാലത്തിന്റെ അഭിപ്രായം എന്താ ഇവരുടെ കാര്യം കേട്ടിട്ട്? ക്രൂരനും മദ്യപാനിയുമായിട്ടുള്ള ഒരു പിതാവിൻ്റെ അടുക്കൽ നിന്ന് അത്യന്തം ക്രൂരമായിട്ടുള്ള ഒരു അനുഭവത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ദാമ്പത്യത്തിൽ പ്രവേശിച്ചപ്പോഴാണ് നല്ലൊരു ഭർത്താവിനെ കിട്ടി. സിന്ധുവിനൊരു പരാതിയില്ല ഭർത്താവിനെ കുറിച്ച്. ചെലവിന് കൊടുക്കും, മക്കളെ നോക്കും, യാതൊരു കുഴപ്പമില്ല. സിന്ധു ഈ നിമിഷം വരെ പറയുന്നത് ആകെ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. എന്താണെന്നറിയാവോ? അയാൾ കുടിക്കാൻ പാടില്ല. കുടിച്ചോ ഉപദ്രവിക്കും. എനിക്ക് തോന്നുന്നതിനുള്ള ഒരേ ഒരു മാർഗം അയാളെ മദ്യപാനം ഒഴിവാക്കാനുള്ള ചികിത്സയ്ക്ക് വിധേയമാക്കുക എന്നുള്ളതാണ്.
സിന്ധുവിന് അതിന് സാധിക്കും. മദ്യപാനികളുടെ ഒരു പൊതു സ്വഭാവമാണ് സംശയരോഗം എന്ന് പറയുന്നത്. അവരെ കൊണ്ട് ചെയ്യാനാവാത്ത കാര്യങ്ങൾ മറ്റുള്ളവർ ചെയ്യുന്നു എന്നുള്ള സംശയവും ചെയ്താൽ ഇഷ്ടപ്പെടാവുകയും മദ്യപാനികളുടെ ഒരു സ്വഭാവമാണ്. 3 കുട്ടികളുണ്ട്, അതും കൂടി ആലോചിക്കണം. ഏറ്റവും മൂത്തവനാകെ 9 വയസ്സ് മാത്രമേ ഉള്ളൂ. മദ്യപാന ചികിത്സ കൊണ്ട് ഭേദമാവുന്നുണ്ടെങ്കിൽ നല്ലൊരു ഭർത്താവിനെ തിരിച്ചു കിട്ടില്ലേ? ഇത് കഴിഞ്ഞതിന് ശേഷം മതി നമുക്ക് കടുത്ത പ്രയോഗങ്ങളെല്ലാം, പോലീസിന് കേസ് കൊടുക്കുന്നതും മറ്റു ചെയ്യുന്നതും. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം കുടുംബാന്തരീക്ഷത്തിലുണ്ടാകുന്ന എല്ലാ പീഡനങ്ങൾക്കും നിയമം ശക്തമായ സംരക്ഷണം നൽകുന്നുണ്ട്. പ്രത്യേകിച്ച് ഗാർഹിക പീഡനം. ഇപ്പം നിങ്ങൾ അനുഭവിച്ച മുഴുവൻ ഗാർഹിക പീഡനമാണ്. ആ ഗാർഹിക പീഡനം നടത്തുന്നതിന് ഭർത്താവിന് നല്ല ഒരു പുരുഷനും അവകാശമില്ല. ആണത്തമില്ലാത്ത പുരുഷൻ മാത്രമേ അവൻ്റെ ഭാര്യയെ മർദ്ദിക്കുകയുള്ളൂ. അപ്പോൾ അത്തരം രീതികളിപ്പോൾ ചെയ്യാൻ കാര്യം നിങ്ങൾ പറയുന്നത് അയാൾ മദ്യപിച്ചിട്ടാണ്, സ്വബോധമില്ലാതെയാണ് ചെയ്തത്. സ്വബോധത്തോടുള്ള ഭാര്യയെ സ്നേഹിക്കുന്ന ഒരു പുരുഷൻ മർദ്ദിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഗാർഹിക പീഡനം അനുഭവിച്ച് ഒരു സ്ത്രീയും നമ്മുടെ സമൂഹത്തിൽ ജീവിക്കരുത് എന്ന് കണ്ടിട്ടാണ് അവർക്ക് ശക്തമായ നിയമപരിരക്ഷ ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരം നൽകിയിരിക്കുന്നത്. അതിന് നിങ്ങൾ ഒരു പോലീസ് സ്റ്റേഷനിലും പോകണ്ട, ഒരു കോടതിയിലും പോകണ്ട, സർവീസ് പ്രൊവൈഡേഴ്സിനെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. അല്ല സാർ, ഇതിനു മുന്നേ എൻ്റെ ഹസ്ബൻഡ് ഇങ്ങനെ ഒരിക്കലും വെറുകിന് പോവാത്തതിന് വഴക്കായി എന്നോട് കഴുത്തിൽ കൊടുവാളോട് പതുക്കെ മുറിച്ചുണ്ടായി. ഇവിടെ ഒരു മുറി വന്നിട്ടുണ്ടായി. അപ്പോൾ അതിന് ഏട്ടൻ്റെ പേരിൽ ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട്. ഏട്ടൻ്റെ പേരിൽ കേസ് കൊടുത്തു ഞാൻ പോലീസ് സ്റ്റേഷനിൽ. പിന്നെ വനിതാ സെല്ലിലും കൊടുത്തിട്ടുണ്ടായി, വനിതാ കമ്മീഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ടായി. ഞങ്ങൾക്ക് 2 പേർക്കും കൂടി ഒരു കൗൺസിലിംഗ് തരുമെന്ന് പറഞ്ഞ് വനിതാ കമ്മീഷനിൽ കൊടുത്തിട്ടുണ്ടായി. സംഭവം കഴുത്തിൽ വെട്ടിന്ന് അത് പറഞ്ഞില്ലല്ലോ. അപ്പൊ ഇങ്ങനെ മുറിച്ചത്. അപ്പൊ അത് എന്തിനായിരുന്നു വെട്ടിയത്? ഏട്ടന് ഞാനും വിറകിന് പോവാത്ത കാട്ടിലേക്ക് വിറകിനെ വിളിച്ചു. അപ്പൊ ഞാൻ പോയില്ല. അതിനാ ദേഷ്യത്തില് ഇച്ചിരി ഇതുണ്ടായി, ഇത്തിരി കുടിച്ചിട്ടുണ്ടായി. അപ്പൊ കഴുത്തിന് പാടുണ്ടോ? ഇപ്പോഴും പാടുണ്ട്. ഞാൻ ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിരുന്നു. ഞാൻ പാലക്കാട് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടായി. അവിടെ വെച്ചിട്ട് ഞാൻ ആ കേസ് എന്നോട് പറഞ്ഞു കേസ് കൊടുക്കണ്ട, അങ്ങനെ എനിക്ക് പറഞ്ഞ് ആസിഡ് കുടിച്ചാവും പറഞ്ഞപ്പോ ഞാൻ കേസ് ഭാര്യയെ വെട്ടുക, ഉപദ്രവിക്കുക, ഞാൻ ആസിഡ് കുടിച്ച് മരിക്കും. അതൊരു പേടിയാണ്. ഞാൻ ഒത്തുതീർപ്പാക്കി കൊടുത്തു. പിന്നെ മറ്റേ കേസ് അവിടെ ഉണ്ടായി. മദ്യം എന്ന് പറയുന്നത് ഒരു രോഗമാണ്. ഒരു സ്റ്റേജിന് ശേഷം ഒരു രോഗമാണ്. നമുക്ക് രോഗം, ഭർത്താവിന് രോഗം വന്നു, അതിനെ ചികിത്സിപ്പിക്കണം. സന്ധ്യക്ക് ഇപ്പോൾ എത്ര വയസ്സുണ്ട്? 33 വയസ്സ്. 33 വയസ്സുള്ള സന്ധ്യ ഈ ഒരു കാലഘട്ടത്തിനുള്ളിൽ അനുഭവിച്ച ദുഃഖങ്ങളുടെ ആഴം നമുക്കിവിടെ കാണാൻ കഴിഞ്ഞു. മദ്യപാനം എന്ന ഒരു ദുശ്ശീലം കൊണ്ട് ഒരു സ്ത്രീ എത്രത്തോളം കഷ്ടതകൾ അനുഭവിക്കാമോ അതിൻ്റെ എല്ലാം ഒരു പ്രതീകമായിട്ടാണ് ഇപ്പം നമ്മുടെ മുമ്പിൽ സന്ധ്യ വന്നിരിക്കുന്നത്. വളരെ ചെറുപ്പത്തിൽ തന്നെയും സ്വന്തം പിതാവിൽ നിന്ന് തന്നെയും അമ്മയ്ക്ക് ഏൽക്കേണ്ടി വന്ന പീഡനങ്ങളും അതോടൊപ്പം തന്നെ കുട്ടികളായിരിക്കുന്ന അവസ്ഥയിൽ തന്നെയും ഏൽക്കേണ്ടി വന്നിരിക്കുന്ന പീഡനങ്ങളൊക്കെയും നമ്മളോട് വിശദീകരിച്ചു. അത് കഴിഞ്ഞ് വളരെ പ്രതീക്ഷയോടുകൂടി ഒരു വിവാഹ ജീവിതത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ ഭർത്താവിനും ഇതേ മദ്യപാനം എന്നുള്ള ഒരു ദുശ്ശീലം കൊണ്ട് അനുഭവിച്ച ദുഃഖത്തിൻ്റെ ആഴം നമുക്ക് മനസ്സിലാക്കാം. കാര്യം പെടലിക്ക് കൊടുവാൾ കൊണ്ട് വെട്ടി അല്ലെങ്കിൽ ഇഷ്ടിക കൊണ്ട് തലയ്ക്കടിച്ചു ബോധം കെടുത്തി ഇങ്ങനെയൊക്കെയുള്ള ഒരു ഭർത്താവിൻ്റെ കൂടെ ഏതൊരു സ്ത്രീയും ജീവിക്കാൻ ഭയപ്പെടും. ആ ഒരു അവസ്ഥയാണ് ഇപ്പോൾ സന്ധ്യയ്ക്ക് ഉണ്ടായിരിക്കുന്നത്. പിന്നെ കൊച്ചു കുട്ടികൾ എന്നുള്ളവരുടെ ഭാവിയെ കരുതി നമുക്ക് ഈ പറഞ്ഞ ഭർത്താവ് മണികണ്ഠന് നല്ലൊരു ഡി അഡിക്ഷൻ കൗൺസിലിംഗ് കൊടുത്തിട്ട് ഒരു നല്ല വിവാഹ ജീവിതത്തിലേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിലേക്ക് നമ്മൾക്ക് ഒന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു. മണികണ്ഠന്റെ വീട്ടുകാരൊന്നും ഇതിൽ ഇടപെട്ടിട്ടില്ലേ? അമ്മ വന്ന് ഇടപെടും. എന്നാലും എന്തൊക്കെ പറഞ്ഞാലും കേക്കില്ല. അപ്പൊ പറഞ്ഞതൊന്നും കേക്കില്ല. അമ്മയെ തല്ലോ? അമ്മേനൊന്നും തല്ലുന്നില്ല. അങ്ങനെ തല്ലിയിട്ടുണ്ടോ? അമ്മയെ തല്ലിട്ടില്ല. അച്ഛനും മോനും വഴക്കിട്ടിട്ടുണ്ട്. അല്ല, തല്ലുന്നുണ്ടോ ആരെങ്കിലും? ഏട്ടനാ? മണികണ്ഠൻ തല്ലുന്നില്ല. സന്ധ്യ മാത്രമേ തല്ലുള്ളൂ. അതെന്താ അത്രയും? സന്ധ്യ പിള്ളേരും അടിക്കില്ല. ഈ കൂടി കഴിഞ്ഞാൽ എന്നോടാണ് ഈ വഴക്കിന് വന്നത്. വെറു പറഞ്ഞു വന്നത്. സന്ധ്യ ആ സമയത്ത് മിണ്ടാതിരുന്നൂടെ? ഞാൻ കൊറേ കൊറേ കാലം ഞാൻ മിണ്ടാണ്ടിരുന്നുണ്ട്. അറിയോ, ഈ പറഞ്ഞ കൊറേ എപ്പാക്കിയാൽ ഇത് തന്നെയാണ് എന്റെ ഏട്ടനത്. ഇതൊക്കെ പറഞ്ഞപ്പോ ഞാൻ കുറച്ചൊക്കെ പ്രതികരിക്കും. എനിക്ക് അവസ്ഥ അറിയാലോ. ചെറുപ്പത്തെ മുതൽ അപ്പച്ചന്റെ അവസ്ഥ കൊണ്ടിട്ട് ഞാൻ പറയാം, ഏട്ടൻ കുടിക്കല്ല തല്ലല്ല ഞാൻ എന്നും പറഞ്ഞു കൊടുക്കാറുണ്ട്. ഞാൻ മണികണ്ഠൻ സംസാരിക്കാൻ പാടില്ല എന്ന് പറയുന്ന ആൾക്കാരോട് സംസാരിച്ചിട്ടുണ്ടോ? കൂട്ടുകാരോട് ഞാൻ വർത്തമാനത്തിന് പോയിട്ടുണ്ട്. അല്ല, അവര് മണികണ്ഠൻ പറഞ്ഞിട്ടുണ്ടോ അവരോടൊന്നും മിണ്ടാൻ പാടില്ലെന്ന്? പറഞ്ഞിട്ടുണ്ടോ? പിന്നെ എന്തിനാ മിണ്ടാൻ പോയത്? ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കുമ്പോ ഞാൻ തയ്ക്കാൻ അടുത്തുള്ള വീട്ടിലത്തെ ചേച്ചിയോട് ഞാൻ വർത്തമാനം പറഞ്ഞിരിക്കും. അല്ല, ആണുങ്ങളുടെ കാര്യത്തിൽ ചോദിക്കുക. മണികണ്ഠൻ സംസാരിക്കാൻ പാടില്ല എന്ന് പറയുന്ന ആണുങ്ങളുമായിട്ട്. ആണുങ്ങളോട് ഞാൻ സംസാരിക്കാൻ പോവില്ല.
പോവില്ല. ഇല്ല. എനിക്ക് കൂട്ടുള്ളത് 2 ചേച്ചിമാരെ എനിക്ക് അവിടെ ഉള്ളൂ. അടുത്ത വീട്ടിൽ ചേട്ടന്റെ പേര് അത് ഇതൊക്കെ എന്തൊക്കെയോ പറഞ്ഞല്ലേ ആള്? അതിന് അവിടുത്തെ വീട്ടിലത്തെ ചേട്ടനെ ആ ചേച്ചിയുടെ കെട്ടിയനായിട്ടാണ് സംശയം പറയടയ്ക്ക്. അതെന്താ പിന്നെ ഭർത്താവിന് സംശയമാണെങ്കിൽ പിന്നെ എന്തിനാ സംസാരിക്കുന്നത്? അത് പിറ്റേസം ഞാൻ ചേട്ടനോട് പറയാം, ഏട്ടൻ എന്നെ പറയും കുടിച്ചു കഴിഞ്ഞ് പിറ്റേസം പറയും ഞാൻ, ഏട്ടൻ എന്തിനെ കുടിച്ച് അങ്ങനെയൊക്കെ പറയണേ ചോദിക്കും. നിങ്ങൾക്കൊക്കെ സഹായം ചെയ്യുന്നത് ആ ചേട്ടനല്ലേ? ആ പറയും ഞാൻ കുടിച്ചിട്ട് പറഞ്ഞിട്ട് ക്ഷമിക്ക് പറയും എന്നോട്. രാത്രി പിറ്റേസം കുടി നിർത്തുമ്പോൾ ഞാൻ പറയാം, ഏട്ടൻ എന്നെ അങ്ങനെയൊക്കെ പറയണം. നമുക്ക് ഏട്ടനൊക്കെ അവിടെ പണി ചെയ്തോണ്ടിരുന്നത് എന്ത് സഹായം ചെയ്യുന്നു ആ വീട്ടുകാരാണ്. അപ്പൊ ഞാൻ പറയും എന്തിനാ ഏട്ടൻ ആ ചേട്ടനെ കുട്ടി പറയണെന്ന് ഞാൻ പറയും. ഞാൻ ആ പറയാം അത് കുടിച്ചിട്ട് പറഞ്ഞ പോട്ടെ സാരില്ല ക്ഷമിക്ക് പറയും എന്നോട്. ഓക്കെ, സന്ധ്യയുടെ കഥ നമ്മൾ കേട്ടു. ഇനി മണികണ്ഠന് എന്താ പറയാനുള്ളതെന്ന് നമുക്ക്